ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ +2 സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ NCERT അൺലോക്ഡ് ആണ് ഡിസ്കസ് ചെയ്യും. ഈ ചാപ്റ്ററിൽ NCERT സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്യും, പോയിന്റ്സ് ടു പോയിന്റ്, NCERT സോൾവ്ഡ് എക്സാമ്പിൾസും എക്സസൈസും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്തിലോട്ട് പോടാം, സമ്മറിയിലെ പോയിന്റ്സിലോട്ട് പോവാം. സമ്മറിയിലെ ഫസ്റ്റ് പോയിന്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനത്തെ ഫോഴ്സാണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. Work done by external force equal and opposite to the electrostatic force in bringing a charge Q from a point R to a point P Q is Q Vp minus Cr. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് ഡൺ. എവിടെ നിന്ന്? Q എന്ന് പറയുന്ന ചാർജിനെ ഏത് പോയിന്റിലോട്ട് കൊണ്ടുവരണം? R എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവരെ അടിക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് Q ഇൻറ്റു Vp മൈനസ് Vr ആണ്, which is the difference in the potential energy of charge Q between the final and initial points. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ്, പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. എപ്പോൾ? ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിനെ നമുക്ക് വേണ്ടുന്ന ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ നിൽക്കുന്ന ആ ഒരു വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? അവിടുത്തെ ആ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ആർബിട്രറി ടു വിത്തിൻ ആൻ additive constant since it is the potential difference between 2 points which is physically significant. നമുക്ക് ഈ പൊട്ടൻഷ്യൽ എന്ത് ജസ്റ്റ് ആഡ് ചെയ്ത് സ്കെയിലർ ആണ് ആഡ് ചെയ്ത് പോകാൻ പറ്റും. If potential at infinity is chosen to be 0, potential at a point with position vector r due to point charge q placed at the origin is given by V is equal to 1/4π0 into q by r. അതായത് ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് അസൈൻ ചെയ്താൽ നമുക്കൊരു പോയിന്റിൽ പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/4π0 into q by r എന്ന് എഴുതാം. ഇക്വേഷൻ നോട്ടിൽ വയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, the electrostatic potential at a point with the position vector r due to point dipole of dipole moment p placed at the origin is Vr is equal to 1/4π0 into p unit vector r divided by r square. അതെ, നമുക്ക് എന്താണ് വെക്ടർ ഫോർമുലയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഡൈപോൾ മൊമെന്റ് p തന്നിട്ടുണ്ടെങ്കിൽ Vr is equal to 1/4π0 into p എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. ഡോട്ട് എന്താ യൂണിറ്റ് വെക്ടർ r divided by r square എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ. The result is true also for a dipole with charges -q and q separated by a distance 2a. അതായത് ഡൈപോൾ എന്താണെന്നാ പറയുന്നത്? -q + q ചാർജിനെ 2a ഡിഫറൻസിൽ 2a ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡൈപോൾ എന്ന് പറയും. ഇനി ഫോർത്ത് പോയിന്റ്, for a charge configuration q1 q2 etc to qn with the position vectors r1 r2 etc to rn, the potential at a point p is given by the superposition principle. നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്ത് അങ്ങ് പോയാൽ മതി. അതായത് 1/4π0 q1 ഡിവൈഡ് ബൈ അതിലോട്ടുള്ള ഡിസ്റ്റൻസ് r1t, q2 ഡിവൈഡ് ബൈ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് r2t പ്ലസ് എക്സെട്ര ടു qn ഡിവൈഡ് ബൈ അങ്ങോട്ടൊരു ഡിസ്റ്റൻസ് rn ആണെങ്കിൽ rnp. ഓക്കെ അല്ലേ? ഓക്കെ. where r1p is the distance between q1 and p as so on and so on. അതായത് ഇവിടെ r1p എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ q1 ഉം p യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും r1p. നമ്മുടെ q2 ഉം p യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്? r2p എന്ന് അറിയാം. അങ്ങനെ എന്ത് ചെയ്യും? ആ ഡിസ്റ്റൻസ് rlp വരെ പോകും. ഓക്കെ അല്ലേ? ജസ്റ്റ് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് അറിഞ്ഞാൽ മതി. V is equal to 1/4π0 into q1 divided by r1p plus q2 divided by r2p plus etc to q1 divided by rlp. Next point, point number 5. എന്താണ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്? an equipotential surface is a surface over which potential has a constant value. എന്താണ് equipotential surface എന്നാ പറയുന്നത്? എന്താ മക്കളെ equipotential surface എന്ന് പറഞ്ഞാൽ? അതൊരു സർഫസ് ആണ്. അവിടെ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആക്കി, അല്ലെങ്കിൽ നമുക്ക് പറയാം പൊട്ടൻഷ്യലിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കാണും എന്ന് പറയാം. For a point charge, concentric spheres centered at the location of the charge are equipotential surface. അതായത് ഒരു പോയിന്റ് ചാർജിൽ equipotential surface എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സ്പിയേഴ്സ് ആയിരിക്കും. The electric field E at a point is perpendicular to the equipotential surface through the point. E is in the direction of the steepest decrease of potential. അതായത് ഇലക്ട്രിക് ഫീൽഡ് E എന്നുള്ള equipotential സർഫസിൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒരു പോയിന്റ് ചാർജിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ 2 പ്ലസ് ചാർജ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽസ് ആയിരിക്കും. അതെന്ത് ഇങ്ങനെ കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽസ് എന്നിട്ട് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മുടെ ടെസ്റ്റിലുണ്ട്, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം. ഇങ്ങനെ എന്ത് ചെയ്യും? മീറ്റ് ചെയ്ത് പോകും. ഇനി ഇത് ഡൈപോൾ ആകുമ്പോൾ ഇത് എന്ത് ചെയ്യത്തില്ല? മീറ്റ് ചെയ്യത്തില്ല. രണ്ട് ചാർജിനെയും കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽസ് ഇങ്ങനെ വരത്തേ ഉള്ളൂ. ഇനി എന്താണ് പോയിന്റ് നമ്പർ 6?
ഇനി ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ എത്രയാന്ന് ചോദിച്ചാൽ എത്രയാണ് മക്കളെ? അത് 0 ആണ്. അതും കൂടെ നോട്ട് ചെയ്യണം. കാരണം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 അല്ലേ? അപ്പൊ ഡെൽറ്റ വി 0, അപ്പൊ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി 6th പോയിന്റ്, potential energy stored in a system of charges is the work done by an external agency in assembling the charges at their locations. അതായത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഒരു സിസ്റ്റം ഓഫ് ചാർജസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? അവിടെയുള്ള വർക്ക് ഡൺ ഈക്വൽ ആയിരിക്കും. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു ചാർജസ്, രണ്ട് ചാർജസിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? Q is equal to 1/4π0 into Q1 Q2 by R12 ആയിരിക്കും. ഇവിടെ R12 എന്ന് പറയുന്നത് ആ രണ്ട് ചാർജസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 7. The potential energy of a charge Q in an external potential VR is QVR. Potential energy and the charge Q, external potential VR ഉള്ള charge Q ന്റെ potential energy എന്നത് QVR ആയിരിക്കും. The potential energy of a dipole moment P in a uniform electric field. അതായത് ഡൈപോൾ മൊമെന്റ് പിയും ഇലക്ട്രിക് ഫീൽഡും തന്നാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? പി ഡോട്ട് ടി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാടാ? മൈനസ് പി ഇ കോസ് തീറ്റ എന്ന് പറയാം. മൈനസ് പി ഇ കോസ് തീറ്റ എന്ന് പറയാം. മൈനസ് പി ഡോട്ട് ടി ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് കോസ് തീറ്റ. ഇനി പോയിന്റ് നമ്പർ 8. Electrostatic field E is 0 in the interior of a conductor just outside the surface of the charged conductor is normal to surface given by E is equal to sigma by epsilon 0 unit vector n. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ്, ഒരു കണ്ടക്ടറിന്റെ ഇൻസൈഡില് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇ എന്തായിരിക്കും? 0 ആയിരിക്കും. ഔട്ട്സൈഡില് സിഗ്മ ബൈ എപ്സിലോൺ 0 യൂണിറ്റ് വെക്ടർ ആയിരിക്കും. ഓക്കെ അല്ലേ? അവിടെ സിഗ്മ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ചാർജസ് ഇൻ എ കണ്ടക്ടർ ക്യാൻ റിസൈഡ് ഓൺലി അറ്റ് ഇറ്റ് സർഫസ്. ചാർജസ്, ഒരു കണ്ടക്ടറിൽ ചാർജസ് റിസൈഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? ആ ഒരു സർഫസിലായിരിക്കും. പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് വിത്തിൻ ആൻഡ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ ഒരു സർഫസിന്റെ, ആ ഒരു കണ്ടക്ടറിന്റെ സർഫസിലും അതുപോലെ തന്നെ എന്താണ്? ഇൻസൈഡിലും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ക്യാവിറ്റി വിത്തിൻ എ കണ്ടക്ടർ വിത്ത് നോ ചാർജസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഒരു ക്യാവിറ്റി, ഒരു കണ്ടക്ടറിൽ ഒരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു ചാർജ് ഇല്ലെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0. ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇതൊരു കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഇൻസൈഡിൽ 0 ആണ്, സർഫസിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് കാണുള്ളൂ എന്ന് പറയും. പക്ഷേ ഈ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ സർഫസിലും അതുപോലെ ഇൻസൈഡിലും എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 9. A capacitor is a system of two conductors separated by an insulator. ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടേഴ്സിനെ ഒരു ഇൻസുലേറ്റർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് കപ്പാസിറ്റൻസ് ഇസ് ഡിഫൈൻഡ് ബൈ C is equal to Q by V. കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? C എന്ന് പറഞ്ഞാൽ Q by V ആണ്. അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിന് Q is equal to CV എന്നൊക്കെ പറയും. Where Q and minus Q are the charges on the two conductors and V is the potential difference between the. അവിടെ Q and minus Q, അതായത് രണ്ട് പ്ലേറ്റ്സ് ഇല്ല, ഇങ്ങനല്ലേ? അവിടെ Q minus Q എന്ന് പറയുന്ന രണ്ട് കണ്ടക്ടേഴ്സിന്റെ ചാർജ് ആയിരിക്കും. V എന്ന് പറയുന്നത് അവിടെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. C is determined purely geometrically by the shape, size and relative positions of the two conductors. The unit of capacitance is farad. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്. ഒരു ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂളോ പെർ വോൾട്ട് ആണ്. ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് എന്ത് മക്കളെ? C is equal to epsilon 0 A by D എന്ന് പറയുന്നത്. ഇവിടെ ഏരിയ A എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് പ്ലേറ്റിന്റെ ഏരിയ ആണ്. D എന്ന് പറയുന്നത് അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇത് വാക്യത്തിലാണല്ല. ഇനി പോയിന്റ് നമ്പർ 10. If the medium between the plates of a capacitor is filled with an insulating substance, dielectric, the electric field due to the charged plate induces a net dipole moment in the dielectric. അതായത് ഇവരുടെ ഇടയ്ക്കുള്ള സ്പേസിലെ, ആ സ്പേസിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇൻസുലേറ്റീവ് സബ്സ്റ്റൻസ്, അതായത് ഒരു ഡൈഇലക്ട്രിക് കൊണ്ടുവച്ചാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യോടാ? ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ അവിടെ ഒരു ഡൈഇലക്ട്രിക് കൊണ്ടുവയ്ക്കുമ്പോൾ, ഇപ്പൊ K ഉള്ള അല്ലെങ്കിൽ K വാല്യൂ ഉള്ള ഒരു ഡൈഇലക്ട്രിക് കൊണ്ടുവയ്ക്കുമ്പോൾ ആ കപ്പാസിറ്റൻസ് എന്താ ചെയ്യുന്നത്? കപ്പാസിറ്റൻസ് KC ആയിട്ട് മാറും. അതായത് കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക് കൊണ്ടുവയ്ക്കുന്നത്. ദിസ് എഫക്ട് കാൾഡ് പോളറൈസേഷൻ. ഈ റൈസ് ടു ഫീൽഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ ഒരു എഫക്റ്റിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? പോളറൈസേഷൻ. The net electric field inside the dielectric and hence the potential difference between the plates is thus reduced. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക്, അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും? കുറയും. Consequently, the capacitance C increases from its values T0 when there is no movement. അതായത് C എന്താവും? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ആ ഒരു വെക്കുന്ന ഡൈഇലക്ട്രിക്കിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ C എന്താവും? K0 ആവും. ആ സമയത്ത് E എന്താവും? E0/K ആവും. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എന്താവും? റിഡ്യൂസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും റിഡ്യൂസ് ചെയ്യും. കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 11.
For capacitors in the series combination, the total capacitance C is given by സീരീസ് കോമ്പിനേഷൻ. അതായത് കുറെ കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നെങ്കിൽ അവരുടെ എന്താണ് സീരീസ് കോമ്പിനേഷന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/C = 1/C1 + 1/C2 + 1/C3 + എക്സെട്ര ഈക്വലായിരിക്കും. ഇനി അത് പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ C effective = C1 + C2 + C3 ഈക്വലായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ റെസിസ്റ്റൻസിന്റെ നേരെ ഇൻവേർഷൻ ആണ്. ഇനി പോയിന്റ് നമ്പർ 12. The energy used stored in a capacitor of capacitance C with a charge Q and voltage V is. അതായത് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻസ് ആ പറയുന്നത്. ഏതൊക്കെ ഇക്വേഷൻ ഉണ്ട്? ഹാഫ് QV നമുക്ക് എടുക്കാം, ഹാഫ് CV² നമുക്ക് പറയാം, ഹാഫ് Q²/2C നമുക്ക് പറയാം. ഇനി ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് വോളിയം, എനർജി ഡെൻസിറ്റി എന്നതിന്റെ ഇക്വേഷൻ ആണ് എന്ത് മക്കളെ? ഹാഫ് ε0 E² എന്ന് പറയുക. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അതിന്റെ ഇക്വേഷൻ എന്താ? ഹാഫ് ε0 E². ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്താ ഉള്ളത്? ഈ ഒരു ടേബിൾ എന്നാ ഉള്ളത്? ഈ ടേബിളിൽ എന്തൊക്കെയുണ്ട്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, സിമ്പിൾ ഉണ്ട്, ഡയമെൻഷൻ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, റിമാർക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ എല്ലാ ചാപ്റ്ററിലും മിക്ക ചാപ്റ്ററിലും ഇത് കാണും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അതിന്റെ സിമ്പിൾ എന്താണ്? ഫൈ അല്ലെങ്കിൽ വി. നമ്മളെപ്പോഴും വി തന്നെ കൊടുക്കുന്നത്. ഇനി ഡയമെൻഷൻ എന്താ? അതിന്റെ mL² T⁻³ A⁻⁻. യൂണിറ്റ് എന്താ? റിമാർക്ക്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കലി സിഗ്നിഫിക്കന്റ് ആണ്. ഇനി കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ C ആണ്. അതിന്റെ ഡയമെൻഷൻ നോട്ട് ചെയ്ത് വെക്കുക. m⁻⁻1 L⁻⁻2 T⁻⁻4 A². യൂണിറ്റ് എന്താണ്? ഫാരഡേ ആണ്. പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ P ആണ്. അതിന്റെ ഡയമെൻഷൻ എന്താ? L⁻⁻2 AT ആണ്. യൂണിറ്റ് എന്താ മക്കളെ? കൂളോംബ് പെർ മീറ്റർ² ആണ്. എന്താണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ അല്ലേ? അതാണ് കൂളോംബ് പെർ മീറ്റർ² വരുന്ന യൂണിറ്റ്. അപ്പൊ കൂളോംബ് തരും 80 വരും, ഡിവൈഡ് ബൈ L² വരും. അതാണ് L⁻⁻2 AT എന്ത് വന്നത്? ഡയമെൻഷൻ വന്നത്. ഇനി ഡയലക്ട്രിക് കോൺസ്റ്റന്റ് സിമ്പിൾ K ആണ്. അതെന്താണ്? ഡയമെൻഷൻ ലെസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ഇനി പോയിന്റ്സ് ടു ബോണ്ട്. പോയിന്റ്സ് ടു ബോണ്ടിലെ ഫസ്റ്റ് പോയിന്റ് എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ദ ഫോഴ്സസ് ബിറ്റ്വീൻ ചാർജസ് അറ്റ് റെസ്റ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക്, അതായത് റെസ്റ്റിലുള്ള ചാർജസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ഫോഴ്സസിനെ ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. But if there is a force or a charge, how can it be at rest? Thus, we are talking of the electrostatic force between charges. It should be understood that each force is being kept at rest by some unspecified force that opposes the net Coulomb force on the charge. അതായത് ഇത് മൂവ് ചെയ്യാതെ ആ റിസ്കിൽ തന്നെ വെക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചില അൺസ്പെസിഫൈഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പറയാം ഇനർഷ്യൽ ഫോഴ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അൺസ്പെസിഫൈഡ് ഫോഴ്സ് ആക്ട് ചെയ്താണ് അത് എന്ത് ചെയ്യുന്നു? കൂളോംബ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തിട്ടാണ് അത് എന്ത് ആയിട്ടിരിക്കുന്നത്? റിസ്കിലായിട്ട് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. A capacitor is so configured that it confines the electric field lines within a small region of space. കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മാൾ റീജിയൻ ഓഫ് സ്പേസിൽ കൺഫൈൻ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ്. Thus, even though field may have considerable strength, the potential difference between the two conductors of a capacitor is small. അങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ ഒരു ഫീൽഡ് എന്താണ്? ഒരു കൺസിഡറബിൾ സ്ട്രെങ്ത് ഉണ്ടായിക്കോളും കൂടി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഇവിടെ കപ്പാസിറ്ററിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്മാൾ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അക്രോസ് ദി സർഫസ് ഓഫ് എ സ്പെറിക്കൽ ചാർജ്ഡ് ഷെൽ. ഒരു സ്പെറിക്കൽ ചാർജ്ഡ് ഷെല്ലില് ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ആ ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇറ്റ് ഈസ് 0 ഇൻസൈഡ് ആൻഡ് σ/ε0 യൂണിറ്റ് വെക്ടർ n ഔട്ട്സൈഡ്. അതുകൊണ്ടാണ് അത് എന്തായത്? ഡിസ്കണ്ടിന്യൂസ് ആയി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഹൗവർ കണ്ടിന്യൂസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. കാരണം അത് ഈക്വൽ ടു 4πε0 ആണ് ദി സർഫസും, അതുപോലെ തന്നെ അകത്ത് എന്തുണ്ട് മക്കളെ? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. പോയിന്റ് നമ്പർ 4. The torque P cross E on a dipole causes it to oscillate about E. ടോർക്ക് എന്ത് ചെയ്യും? ആ ഒരു ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ടോർക്കിന്റെ ഇക്വേഷൻ ആണ് P ക്രോസ് E അല്ലെങ്കിൽ PE sin θ. അത് എന്ത് ചെയ്യുന്നു? അതിന് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ട്രൈ ചെയ്യുന്നു. Only if there is a dissipative mechanism, the oscillations are damped and the dipole eventually aligns with E. അങ്ങനെ ഒരു ഡിസിപ്പേറ്റീവ് മെക്കാനിസം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഓസിലേഷൻസ് ഡാംഡ് ആയിട്ട് അത് എന്ത് ചെയ്യും? ഡൈപോള് ഈയുമായിട്ട് ഒരു അലൈൻമെന്റ് കൊണ്ടുവരുള്ളൂ. ഇനി ഫിഫ്ത്ത് പോയിന്റ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ് Q at its own location is not defined. It is infinite. കാരണം its own location ആകുമ്പോൾ 1/r എന്ത് വരും? 0 വരും. 1/0 എന്താവും? ഇൻഫിനിറ്റി ആവും. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ് Q at its own location എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. അത് നോട്ട് ഡിഫൈൻഡ് ആണ്. പോയിന്റ് നമ്പർ 6. In the expression QVR
For potential energy of a charge Q, VR is the potential due to external charges and not the potential due to Q. അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് ക്യൂവിന്റെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ക്യൂ വി ആർ എന്നുണ്ട്. വി ആർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ചാർജസ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ ആണ്, അല്ലാതെ ആ ക്യൂ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ അല്ല. ആ സീനി 0.5 this expression will be ill-defined if VR includes potential due to charge Q itself. Q itself കൊണ്ടുണ്ടായ എന്താണ്? ഇൻഫിനിറ്റ് ആൻസർ. ഇനി 7th point. A cavity inside a conductor is shielded from outside electrical influences. ഒരു ക്യാവിറ്റി കണ്ടക്ടറിനുള്ള ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇത് ഷീൽഡഡ് ഫ്രം ഔട്ട്സൈഡ് ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസസ്, അതായത് ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസിൽ നിന്ന് ഷീൽഡ് ചെയ്തിരിക്കുകയാണ്. It is worth noting that electrostatic shielding does not work the other way around. That is, if you put charge inside the cavity, the exterior of the conductor is not shielded from the fields by the inside charges. ഇത്രയേ ഉള്ളൂ. ആ ഒരു ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യത്തില്ല? ഷീൽഡിംഗ് ഒന്നും ഷീൽഡഡ് ആയിട്ടിരിക്കും ഒരു ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിന്റ്സ് പോയിന്റ് കഴിഞ്ഞു. ഇനി ഏതിലോട്ട് പോകണം? ഇനി നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകണം. Example 2.1 A. Calculate the potential at a point P due to a charge of 4 into 10 raised to minus 1 coulomb located 9 centimeter away. അപ്പൊ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ. അപ്പൊ എത്ര വരും? 9 ഇൻറ്റു 10 raised to 9 ഇൻറ്റു ക്യൂ എത്രയാണ്? 4 ഇൻറ്റു 10 raised to minus 7 ഡിവൈഡഡ് ബൈ ആർ എത്രയാ? 9 ഇൻറ്റു 10 raised to minus 2. ഈ 9 ക്യാൻസൽ ആയാൽ 4 ഇൻറ്റു ഇവിടെ എന്ത് വരും? 10 സ്ക്വയർ വരും. ഈ 10 raised to minus 2 മുകളിൽ പോകുമ്പോൾ അത് 10 raised to 4 ആവും. അപ്പൊ 4 ഇൻറ്റു 10 raised to 4 വോൾട്ട് എന്ന് കിട്ടും. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കി. Hence, obtain the work done in bringing a charge of 2 into 10 raised to minus 9 coulomb from infinity to the point P. Thus, the answer depends on the path along which the charge is brought. അതായത് ഈ 2 into 10 raised to minus 9 coulombനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പിയിലോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന വർക്ക് ഡൺ എത്രയാണ് ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ ഈസിക്കൽ ടു എന്താണ്? ക്യൂ വി ആണ്. ക്യൂ എത്രയാണ്? 2 into 10 raised to minus 9 ആണ്. ഇൻറ്റു വി എത്രയാണ് മക്കളെ? 4 into 10 raised to 4 ആണ്. ഈസിക്കൽ ടു 8 into 10 raised to minus 5 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 8 into 10 raised to minus 5 ജൂൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ആൻസർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. നോ, വർക്ക് ഡൺ വിൽ ബി പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. വർക്ക് എന്തായിരിക്കും ഇവിടെ? പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നോ, work done will be path independent. Okay അല്ലേ? ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോകാം. എക്സാമ്പിൾ 2.2. എന്തുവാണ് എക്സാമ്പിൾ പറയുന്നത്? 2 charges 3 into 10 raised to minus 8 coulomb and 2 into 10 raised to minus 2 into 10 raised to minus 8 coulomb are located 50 centimeter apart. At what point on the line joining the two charges is the electric potential 0? Taking the potential at infinity to be 0. അതായത് ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് എവിടെ എന്താവുന്നുണ്ട്? പൊട്ടൻഷ്യൽ 0 ആവുന്നുണ്ട്. അത് എവിടെയാണെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ യൂഷ്വൽ മെത്തേഡ് വഴി ചെയ്യാം. ഇവിടെ 3 into 10 raised to minus 8 coulomb ഉണ്ട്. ഇവിടെ minus 2 into 10 raised to minus 8 coulomb ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? നമുക്ക് അസ്യൂം ചെയ്യേണ്ട ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റാണ്, അതായത് അകത്തുള്ള ലൈൻ ജോയിനിങ് ദ 2 ചാർജസിന് എവിടെയാണെന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയിട്ട് ചെറിയ ചാർജിന്റെ അടുത്തോട്ടായിരിക്കും പൊട്ടൻഷ്യൽ 0 ആവുന്നത്. ഈ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 എന്ന് ഇരിക്കട്ടെ. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്പൊ എത്രയാവും? 15 മൈനസ് എക്സ് ആവും, അല്ലെങ്കിൽ 0.15 മൈനസ് എക്സ് ആവും. ഇത് 0.15 മീറ്റർ എന്ന് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുകൊണ്ടുള്ള ഇവിടെയുള്ള പൊട്ടൻഷ്യൽ, അതായത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു 3 into 10 raised to minus 8 coulomb, അതെന്താണ്? V1 എന്ന് എടുക്കാം. ഈസിക്കൽ ടു എത്ര വരും? 1/4πε0 into 3 into 10 raised to minus 8 divided by 0.15 minus x. ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു minus 2 into 10 raised to minus 8 coulomb, അത് V2 ആയിട്ട് എടുക്കാം. അത് എത്ര വരും? 1/4πε0 into 2 into minus 2 into 10 raised to minus 8 divided by അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയും? 0.15 minus x. നമുക്കറിയാം ഇത് രണ്ടും കൂടെ എത്ര വരും? 0 വരും. അപ്പൊ V1 plus V2 equal to 0 നമുക്ക് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? 1/4πε0 into 3 into 10 raised to minus 8 divided by 0.15 minus x minus plus 1/4πε0 into minus 2 into 10 raised to minus 8 divided by x. ഓക്കെ അല്ലേ? ഇവിടെ 3 into 10 raised to minus 8 V1 is equal to 3
0.1 ഇവിടെ 0.15 മൈനസ് എക്സ് വരത്തില്ല. ഇവിടെ എത്ര വരും? എക്സ് ആ വരുന്നത് അല്ലേ? -2 × 10⁻⁻⁶ ഇവിടെ നമ്മൾ ദൂരം എന്താ എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്തൊരു എക്സ് ആ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് ഈസിക്കൽ ടു 0 വരും. അപ്പോ ഇവിടുന്ന് എന്ത് ചെയ്യാൻ? രണ്ടിടത്തുനിന്ന് 1/4 വെട്ടിപ്പോവും. അപ്പൊ 3 × 10⁻⁻8 ഡിവൈഡ് ബൈ 0.15 - x ഈസിക്കൽ ടു 2 × 10⁻⁻8 ഡിവൈഡ് ബൈ എക്സ് എന്നിട്ട് ഇതും വെട്ടിപ്പോവും. നമുക്ക് 3x ഈസിക്കൽ ടു 2 × 0.15 എത്ര കിട്ടൂടാ? 2 × 0.15 എന്ന് പറയുമ്പോൾ 0.3. 0.3 മൈനസ് 2x അവിടുന്ന് ഈ 2x ഇങ്ങനെ 5x ഈസിക്കൽ ടു 0.3 എന്ന് കിട്ടാം. എക്സ് ഈസിക്കൽ ടു 0.3 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടാം. ഇതിനെ എനിക്ക് സെന്റിമീറ്ററിലാക്കാൻ എന്ത് ചെയ്യാം? 300 സെന്റിമീറ്ററിലാക്കാൻ 30/5 എന്ന് എഴുതാം. അത് എത്ര കിട്ടും? 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് പറയാം 6 സെന്റിമീറ്റർ ഫ്രം എവിടെ നിന്നാണ്? മൈനസ് ചാർജിൽ നിന്ന്, -2 × 10⁻⁸ കൂളോമ്പിൽ നിന്ന് 6 സെന്റിമീറ്റർ എവയാണ് എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ 0 ആവുന്ന പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി പോസിറ്റീവ് ചാർജിന് എത്ര ഡിസ്റ്റൻസിലാണെന്ന് വെച്ചാൽ എത്ര വരും? 15 - 6 വരും. അത് എത്ര കിട്ടും? 9 സെന്റിമീറ്റർ അകലെ, അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് 9 സെന്റിമീറ്റർ അകലെ എന്താണ്? പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി ജസ്റ്റ് ഇത് എന്ത് ചെയ്യാം? ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിന്റെ ഈ ഏത് സൈഡ്, ഈ എന്താ കുഞ്ഞി ചാർജിന്റെ ഏത് സൈഡിലും പൊട്ടൻഷ്യൽ 0. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിന്റെ ഈ ഒരു സൈഡിലും എന്താവുക? പൊട്ടൻഷ്യൽ 0 ആവുന്ന ഒരു പോയിന്റ് കാണും. ഓക്കെ അല്ലേ? ആ ഒരു പോയിന്റ് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. ആ പോയിന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഒരു ഫിഗറും കൂടെ നമുക്ക് എന്ത് ചെയ്യാടാ? കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 3 × 10⁻⁸, ഇത് -2 × 10⁻⁸. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.15 മീറ്റർ. ഇനി ഞാൻ പറയുന്നത് ഇവിടുന്ന് എന്താണ്? എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് പൊട്ടൻഷ്യൽ 0 ആവുന്നത്. എങ്കിൽ എനിക്ക് അവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഈ ഒരു ചാർജ് കൊണ്ട് 1/4πε0 ഇൻറ്റു 3 × 10⁻⁸ ഡിവൈഡ് ബൈ 0.15 പ്ലസ് എക്സ്. ആ ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ഡിസ്റ്റൻസ് എത്ര വരും? 0.15 പ്ലസ് എക്സ് വരും. അതാണ് അവർ തമ്മിൽ ഉണ്ടാകുന്ന ചാർജ്. പ്ലസ് ഈ ഒരു ഇതുകൊണ്ട് ഉണ്ടാകുന്ന ചാർജ് പൊട്ടൻഷ്യൽ എത്ര വരും? 1/4πε0 ഇൻറ്റു -2 × 10⁻⁻8 ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? എക്സ് ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? 0 എന്ന് എഴുതാം. അപ്പം ഈ ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ പ്ലസ് ഈ ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ ഈസിക്കൽ ടു 0. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ 0ക്ക് അപ്പുറം പോകുമ്പോൾ 1/4πε0 രണ്ടിടത്തും വെട്ടിപ്പോവും. 3 × 10⁻⁻8 ഡിവൈഡ് ബൈ 0.15 പ്ലസ് എക്സ് ഈസിക്കൽ ടു 2 × 10⁻⁸ ഡിവൈഡ് ബൈ എക്സ് എന്ന് വരും. ഈ 10⁻⁸ 10⁻⁻ വെട്ടിപ്പോയിട്ട് 3x ഈസിക്കൽ ടു 0.3 പ്ലസ് 2x എന്ന് വരും. ഇവിടുന്ന് എക്സ് ഈസിക്കൽ ടു എത്ര വരും? 0.3 മീറ്റർ എന്ന് വരും. എക്സ് ഈസിക്കൽ ടു എത്ര വരും? 0.3 മീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ 0.3 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.3 മീറ്റർ എന്ന് പറയുമ്പോൾ 0.3 × 100 30 സെന്റിമീറ്റർ എന്ന് വരും. അതായത് 30 സെന്റിമീറ്റർ ഫ്രം എവിടെ നിന്നാണ്? നെഗറ്റീവ് ചാർജ് -2 × 10⁻⁸ നിന്ന് 30 സെന്റിമീറ്റർ എവേ ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 30 സെന്റിമീറ്റർ എവേ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അത് പോസിറ്റീവ് ചാർജിൽ നിന്നാകുമ്പോൾ എത്രയാണ്? 13 + 50. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? 45 സെന്റിമീറ്റർ അകലെയും പൊട്ടൻഷ്യൽ എത്രയാണ് മക്കളെ? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 2.3. Figure 2.8a and b show the field lines of a positive and a negative point charges respectively. അതായത് ഈ ഫിഗർ എയും ബിയും എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ചാർജിന്റെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും, ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ? ABCDE 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫിഗറിനെ റെപ്രസെന്റ് ചെയ്ത് സോൾവ് ചെയ്യണമെന്ന ക്വസ്റ്റ്യൻ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഗിവ് ദ സൈൻസ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് VP - VQ ആൻഡ് VB - VA. നമുക്ക് എപ്പോഴും അറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഇടാ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതായത് ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ ആവണം. അപ്പൊ ഇവിടെ P ആയിരിക്കും, Q ആയിരിക്കും. ഹയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് P ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഇവിടെ VP ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? VQ ആയിരിക്കും. അപ്പോ VP - VQ എടുത്താൽ എന്ത് കിട്ടൂടാ? പോസിറ്റീവ് ആയിരിക്കത്തില്ലേ? VP എന്നാലും ഗ്രേറ്റർ ആണെങ്കിൽ VP - VQ എടുത്താൽ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ അറിയാം
എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ട്രാവൽ ചെയ്യുന്ന ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലോട്ടാണ്. ഇവിടെ നമ്മൾ ആരോടെ ഡയറക്ഷൻ നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇവിടെ ഹയർ പൊട്ടൻഷ്യലും ഇവിടെ എന്തായിരിക്കും ലോവർ പൊട്ടൻഷ്യലും ആയിരിക്കും. അപ്പൊ ബി ആയിരിക്കും എ ആയിരിക്കും ഹയർ പൊട്ടൻഷ്യല്, ബി ആയിരിക്കും ഹയർ പൊട്ടൻഷ്യലുള്ളത്. അപ്പൊ നമുക്ക് പറയാം വി ബി ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും വി എ ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ വി ബി ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ. സോ വി ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വി എ. അപ്പൊ ഇവിടെ നിന്ന് വി ബി മൈനസ് വി എ എടുത്താൽ ആ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ സൈൻ എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ബി പാർട്ട് ക്വസ്റ്റ്യൻ. Give the sign of the potential energy difference of a small negative charge between the points Q and P, A and B. ക്യൂവിനും പിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിന്റെ സൈനും എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിന്റെ സൈൻ. അതായത് അവിടെ എവിടെയാ പൊട്ടൻഷ്യൽ എനർജി കൂടുതലെന്നും കുറവെന്നും നമുക്ക് നോക്കിയാൽ മതി. നമ്മൾ ഏത് ചാർജിനെ കൊണ്ടുവരുന്നത്? നെഗറ്റീവ് ചാർജിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ പറഞ്ഞേ മക്കളെ, ഒരു നെഗറ്റീവ് ചാർജിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുമ്പോൾ ഈ ഒരു പോസിറ്റീവിനെ എടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ എന്ത് നടക്കും? അട്രാക്ഷൻ നടക്കും. അട്രാക്ഷൻ നടക്കുമ്പോൾ ഈ ഒരു ഇതിന് എവിടെ ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം? ഇവിടെ ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഈ ഒരു പോയിന്റിനേക്കാളും നെഗറ്റീവ് ചാർജിന് എന്താ കൂടുതൽ അട്രാക്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇവിടെ എവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും കുറവ്? പിയിലെ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. കാരണം എനർജി കുറഞ്ഞില്ലാതിരിക്കുക. അപ്പം പിയിലെ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും, ക്യൂയിലെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. അപ്പൊ എനിക്ക് എങ്ങനെ പറയാം? ഇ ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഇ പി എന്ന് പറഞ്ഞുകൂടെ? പറയാം. അപ്പൊ ക്യൂവിൽ നിന്ന് പിയിലോട്ട് വരുമ്പോൾ ഇ ക്യൂ മൈനസ് ഇ പി എടുത്താൽ എന്ത് വരും? പോസിറ്റീവ് വരും. ഇ പി മൈനസ് ഇ ക്യൂ എടുത്താൽ നെഗറ്റീവ് വരും. ഓക്കെ അല്ലേ? ഇനി ഈ കേസിലാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഒരു നെഗറ്റീവ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ അത് എയിൽ ഇരിക്കാൻ ആഗ്രഹിക്കോ ബിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കോ? പറഞ്ഞേ. ഇവിടെ വരുന്ന അതിൽ കൂടുതൽ റിഫ്ലക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് അത് ബിയിൽ ഇരിക്കാനേ ആഗ്രഹിക്കും. അപ്പൊ ബിയിലെ എനർജി എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. ബിയിലെ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. അങ്ങനെ ബിയിലെ പൊട്ടൻഷ്യൽ എനർജി കുറവാണെങ്കിൽ എയിൽ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ എനർജി ആർക്കായിരിക്കും കൂടുതൽ? ഇ എ ഗ്രേറ്റർ ദാൻ ഇ ബി ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? രണ്ട് കേസും ക്ലിയർ ആയിട്ടില്ലേ? അപ്പൊ ഇവിടെ ഇ എ മൈൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി എടുത്താൽ പോസിറ്റീവ് വരും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ എടുത്താൽ നെഗറ്റീവ് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ. Give the sign of the work done by the field in moving a small positive charge from Q to P. ക്യൂവിൽ നിന്ന് പിയിലോട്ട് ഒരു സ്മാൾ പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഫീൽഡ് ചെയ്യുന്ന വർക്ക് ഡൺ എങ്ങനെയായിരിക്കും എന്ന ക്വസ്റ്റ്യൻ. എക്സ്റ്റേണൽ ഏജൻസി അല്ല, ഫീൽഡ് ചെയ്യുന്ന വർക്ക് ഡൺ. ക്യൂയിന്ന് പിയിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് എങ്ങോട്ടാടാ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് ഇങ്ങോട്ടാ, പിന്ന് ക്യൂയിലോട്ടാ. അപ്പൊ ഇവിടെ നമ്മൾ ക്യൂയിന്ന് പിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ആര് വർക്ക് ചെയ്യണം? എക്സ്റ്റേണൽ ഏജൻസി വർക്ക് ചെയ്യണം. ആ എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്ക്, അതായത് ഈ ചെയ്യുന്ന ഈ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പൊ ഇവിടെ ഫീൽഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇത് ഫീൽഡ് ചെയ്യുന്ന വർക്ക് ഡൺ എങ്ങോട്ടാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാ വരേണ്ടത്. അപ്പൊ ഇത് ഇങ്ങോട്ട് വന്ന ഫീൽഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിപ്പോ? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡി പാർട്ട് ക്വസ്റ്റ്യൻ. Give the sign of the work done by the external agency in moving a small negative charge from B to A. ഇവിടെ ഒരു സ്മാൾ നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതിനെ ബിയിൽ നിന്ന് എയിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങോട്ടാ കൊണ്ടുവരേണ്ടത്? ഇവിടെ ഫീൽഡ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ഏജൻസി ചെയ്ത വർക്ക് ഡൺ എങ്ങനെയായിരിക്കും? ഫോഴ്സും, അതായത് ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്. അപ്പൊ ഇവിടുത്തെ എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്ക് ഡൺ എങ്ങനെയായിരിക്കും? ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഈ പാർട്ട് ക്വസ്റ്റ്യൻ. Does the kinetic energy of a small negative charge increases or decreases in going from B to A? ബിയിൽ നിന്ന് എയിലോട്ട് വരുമ്പോൾ കൈനറ്റിക് എനർജി, ആ സ്മാൾ നെഗറ്റീവ് ചാർജിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്ന ക്വസ്റ്റ്യൻ. പറഞ്ഞേ, ബിയിൽ നിന്ന് എയിലോട്ട് ഒരു നെഗറ്റീവ് ചാർജ് വരുമ്പോൾ അവിടെ റിപ്പൾഷൻ എന്ത് ചെയ്യും? ഇവിടെ കൂടും. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? റിപ്പൾഷൻ കൂടും. റിപ്പൾഷൻ കൂടിയ വെലോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വെലോസിറ്റി ഡിക്രീസ് ചെയ്താൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഗോയിങ് ഫ്രം ബി ടു എ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി ഡിക്രീസസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ 5 ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാ. എന്താ ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റേ ഉള്ളൂ. ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലോട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു കൺസെപ്റ്റ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ സൈൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ വർക്ക് ഡണിന്റെ ഒക്കെ സൈൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഫോഴ്സ് ഫീൽഡ് എങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാന്ന് നോക്കിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി റിപ്രഷൻ കൂടുതലാകുമ്പോൾ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 2.4. 4 charges are arranged at the corners of a square ABCD of side D as shown in figure 2.15.
അതിന് 2 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, എ പാർട്ട് ക്വസ്റ്റ്യനും ബി പാർട്ട് ക്വസ്റ്റ്യൻ. എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദി വർക്ക് റിക്വയർഡ് ടു പുട്ട് ടുഗദർ ദിസ് അറേഞ്ച്മെന്റ്. ഈ ഒരു അറേഞ്ച്മെന്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന എത്രയാണ് വർക്ക് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? ഈ ചാർജ് Q0 is brought to the center E of the square. The 4 charges being held fixed at its corners. How much extra work is needed to do this? അതായത് ഒരു Q0 ചാർജ് എന്ത് ചെയ്യുന്നു? ഞാൻ സെന്ററിൽ കൊണ്ടുവയ്ക്കുന്നു, ഇ എന്ന് പറയുന്ന പാർട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. എങ്കിൽ ഈ 4 ചാർജസ്, ഈ കോർണേഴ്സിലിരിക്കുന്ന 4 ചാർജസ് എന്ത് ചെയ്യും? അതിനൊരു ഫോഴ്സ് കൊടുക്കും. ആ എക്സ്ട്രാ വർക്ക് എത്രയാണെന്ന് ഞാൻ ബി പാർട്ടി കണ്ടുപിടിക്കും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എ പാർട്ട് കണ്ടുപിടിക്കാം. എ പാർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 4 ചാർജസ് അതുപോലെ ഇരിക്കണം. ഈ 4 ചാർജസ് ഇതുപോലെ ഫിക്സ് ചെയ്തിരിക്കണമെങ്കിൽ ഇവരുടെ ഇടയിലൊക്കെ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ? എക്കും ബിക്കും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, അതൊന്ന്. പിന്നെ ആരൊക്കെ തമ്മിൽ ഉണ്ടാവുകടാ? ബിക്ക് സിക്കും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, സിക്കും ഡിക്കും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ഡിക്ക് ഇക്കും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പൊ 4 സിസ്റ്റം ഉണ്ടായി. ഇനിയോ എയും സിയും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും 5, ബിയും ഡിയും തമ്മിൽ എന്തെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും 6. അങ്ങനെ 6 സിസ്റ്റം പൊട്ടൻഷ്യൽ എനർജി എന്തുണ്ടാവും? നമുക്ക് ഈ ഒരു സ്ട്രെസ് ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ ഓരോന്ന് ഇതും കണ്ടുപിടിക്കാം. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? 1/4πε0 ഇൻറ്റു Q ഇൻറ്റു -Q ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി പ്ലസ് ഇനി ഇവർ തമ്മിൽ 1/4πε0 Q ഇൻറ്റു -Q ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി പ്ലസ് 1/4πε0 ഇൻറ്റു ബി സിയും ഡിയും തമ്മിലുള്ളത് Q ഇൻറ്റു -Q ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി. ഇനി എയും ഡിയും തന്നെ 1/4πε0 Q ഇൻറ്റു -Q ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 സിസ്റ്റമായി. പ്ലസ് ഇനി എയും സിയും തമ്മിലുള്ളതും ബിയും ഡിയും തമ്മിലുള്ളതും ഇനി നമ്മൾ കണ്ടുപിടിക്കണം. എയും സിയും തമ്മിൽ എന്തുണ്ട്? 1/4πε0 ഇൻറ്റു Q ഇൻറ്റു Q, 2 + Q അല്ലേ, ഡിവൈഡ് ബൈ അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? ഇത് ഡി ആണ്, ഇത് ഡി ആണ്, ഇത് ഡി ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര വരുവാടാ? √d² + d² അല്ലേ? എത്ര വരും? √2d എന്ന് വരും. എത്ര വരും മക്കളെ? √2d എന്ന് വരും. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? √2d the whole square എന്ന് വരും. ഓക്കെ അല്ലേ? √d² + d² അത് √2d² എന്ന് വരും. അതിനെ d√2 എന്ന് എഴുതാം. അപ്പൊ √2d the whole square പ്ലസ് 1/4πε0 ഇൻറ്റു -Q ഇൻറ്റു -Q ഡിവൈഡ് ചെയ്ത് ഇവർ തമ്മിലുള്ളത് അത് എത്ര തന്നെ? d√2 ആയിരിക്കും. d√2 ഇവിടെ സ്ക്വയർ ഇല്ല കേട്ടോ, √2d എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ d√2 ഇവിടെ എന്ത് വരും? ഇവിടെ d√2 എന്ന് വരും. സ്ക്വയർ എടുക്കത്തില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ് ടോട്ടൽ ഈ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്യാനുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ഇത് ഇത്രയും കൂടെ ചേർത്ത് എങ്ങനെ എഴുതാടാ? ഇത് ഇത്രയും കൂടെ ചേർത്താ 4 ഇൻറ്റു 1/4πε0 Q -Q അതായത് -Q² ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം. പ്ലസ് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു 1/4πε0 ഇൻറ്റു ഇവിടെ Q² ഇവിടെയും Q² -Q ഇൻറ്റു Q. അപ്പൊ Q² ഡിവൈഡ് ബൈ d√2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് കോമൺ എടുക്കാം? എനിക്ക് 1/4πε0 ഇൻറ്റു Q² ബൈ ഡി കോമൺ എടുക്കാം. അപ്പൊ അകത്ത് എന്ത് വരും? -4 പ്ലസ് 2 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇവിടെ √2 എന്ന് വരും അല്ലെ? Q² ബൈ ഡി പോയാൽ -4 പ്ലസ് 2 ഡിവൈഡ് ബൈ √2 എന്ന് വരും. അപ്പോ 1/4πε0 ഇൻറ്റു Q² ബൈ ഡി എന്ത് വരും? -4√2 പ്ലസ് 2 ഡിവൈഡഡ് ബൈ √2. ഇതിനെ എനിക്ക് 1/4πε0 ഇൻറ്റു Q² ബൈ ഡി ഇൻറ്റു 2 - 4√2 ബൈ √2 എന്ന് എഴുതിക്കൂടെ? √2 രണ്ട് സൈഡിലും വെട്ടിപ്പോയാൽ 1/4πε0 ഇൻറ്റു Q² ബൈ ഡി ഇൻറ്റു ഈ 2 √2 വെട്ടിയാൽ √2 വരും. √2 - 4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതായിരിക്കും എന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 1/4πε0 ഇൻറ്റു Q² ബൈ ഡി ഇൻറ്റു √2 - 4. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്യാനുള്ള എനർജി നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഈ ചാർജ് Q0 is brought to the center E of the square. അതായത് ഇവിടെ എന്താ ഒരു ചാർജ് കൊണ്ടുവയ്ക്കാൻ വേണ്ടുന്ന എനർജിയാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു ചാർജ് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന ഈ 4 ചാർജ് എന്ത് ചെയ്യണം? ഇതിന് എനർജി കൊടുക്കും. കൊടുക്കത്തില്ലേ? ഈ ചാർജ് ഇതിന് എനർജി കൊടുക്കും, ഈ ചാർജ് ഇതിനൊരു എനർജി കൊടുക്കും, ഇതൊരു എനർജി കൊടുക്കും, ഇതും ഒരു എനർജി കൊടുക്കും. അപ്പൊ ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടുത്തെ ബി പാർട്ടിൽ എനർജി കണ്ടുപിടിക്കുകയാണെങ്കിൽ
ആദ്യം എന്ത് വരും 1/4πε0 ഇൻറ്റു ഇവര് തമ്മിലൊരു എനർജി ഉണ്ടാക്കുന്നത് Q0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് എത്ര വരും ഇവിടെ D/√2 എന്ന് വരും. √2 D/2 വരും. അപ്പൊ അത് D/√2 എന്ന് വരും ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? അപ്പോ D/√2 പ്ലസ് 1/4πε0 ഇൻറ്റു മൈനസ് Q0 ഡിവൈഡ് ബൈ D/√2 പ്ലസ് 1/4πε0 എന്ത് വരും Q0 ഡിവൈഡ് ബൈ D/√2 പ്ലസ് 1/4πε0 ഇവിടെ മൈനസ് Q ഇവിടെ Q0 അപ്പൊ Q0 മൈനസ് Q ഡിവൈഡ് ബൈ D/√2. ഈ ഇത് എന്ത് ക്യാൻസൽ ആയിപ്പോ പ്ലസും മൈനസും ഈ മൈനസും ഈ പ്ലസും ക്യാൻസൽ ആയിപ്പോ അപ്പൊ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് എന്ത് വരും ഇവിടെ 0 എന്ന് പറയും. അപ്പൊ നോ എക്സ്ട്രാ വർക്ക് ഈസ് എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും വേണോ വേണ്ട അപ്പൊ അവിടുത്തെ എനർജി 0 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ.